ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിവർ തേങ്ങാപ്പാലൊഴിച്ചൊരു മപ്പാസ് കറിയാണ്. ഇതെന്റെ അമ്മുമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്റെ കുട്ടിക്കാലത്ത് അമ്മുമ്മ കുക്ക് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ വന്നു. പക്ഷെ എന്റെ ചെറിയ കാലങ്ങളിലൊക്കെ അമ്മുമ്മയുടെ കൈപ്പുണ്യം ഞാൻ ഒരുപാട് അനുഭവിച്ചറിഞ്ഞു. ഞാൻ ആ രുചി ഇന്നും എന്റെ നാവിലുണ്ട്. അപ്പോൾ അമ്മുമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ലിവർ എടുത്തിരിക്കുന്നത് 2 കിലോയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള കനം കുറഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് നമുക്കിതിനെ ഏറെ എടുക്കുന്നത്. അപ്പോൾ 15 പച്ചമുളക് ഞാൻ എടുത്തിട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10-20 വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന്, ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാല ഗരം മസാല പൊടി, ഒരു 2 ടീസ്പൂൺ മസാലപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, 2ാം പാൽ, 1ാം പാൽ എന്ന കണക്കിലെടുക്കും. നാളികേരത്തിൻ്റെ വിനെഗറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്കൊരു കുക്കർ വെച്ചിട്ട് ഇതൊന്ന് കരളൊന്ന് വേവിച്ചെടുക്കാം. കരൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 4 വിസിൽ വന്നാൽ മതി വെന്ത് കിട്ടാനായിട്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിൽ നിന്ന് നമുക്കിതെടുത്ത് വയ്ക്കുമ്പോൾ ഒരു തണുത്ത വെള്ളത്തിലോട്ട് നമുക്കൊന്ന് പകർത്തി മാറ്റാം. നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇങ്ങനെ നല്ല വെള്ളത്തിലോട്ട് ഇതൊന്ന് പകർത്തി മാറ്റുന്നത്. ഇപ്പം നമ്മളിങ്ങനെ മുറിക്കാണ്ട് ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമേലുള്ള ഒരു പാട പോലെയുള്ള ഒരു സ്കിന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മുറിച്ചിട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ, പീസസായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ മുഴുവത്തോടുകൂടി വേവിക്കുക. ഇതങ്ങനെ ഇങ്ങനെ പൊളിച്ച് കളയുക. അങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലോങ് പീസസ് ആയിട്ടാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ വയ്ക്കുന്ന കറികൾക്കൊക്കെ നമ്മൾ എടുക്കാറ്. നമ്മളിത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു 100 ml വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്ര ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ചെറിയ സിമ്മിലൊക്കെ ഇട്ടിട്ട് തീയിലൊക്കെ ഇട്ടിട്ട് എടുത്താൽ മതി. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലും ഉപ്പ് ഇതിന് പോരാതെ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് പൊടികൾ ചേർത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക്, മഞ്ഞൾപ്പൊടി, മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത് പച്ചമുളക്, കുരുമുളക്, മല്ലിപ്പൊടിയാണ് കേട്ടോ. ബാക്കിയെല്ലാം കുറച്ച് അളവിലെടുത്താൽ മതി. ഒരു മപ്പാസ് കറിയാണ്. അപ്പോൾ ചെറിയൊരു മുളകിൻ്റെ ഒരു കളറേ വരുള്ളൂ. മഞ്ഞ കളറിൽ ഒരു ഇതായിട്ട് വേണം നിൽക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം, പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. പിന്നെ വെള്ളത്തിൽ അതിൻ്റെ പച്ചപ്പങ്ങ് മണം മാറി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചേക്കാം. പച്ചപ്പ് മാറി വെള്ളത്തിൻ്റെ പുറമെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ മതി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പീസസ് ആഡ് ചെയ്യാം.
നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ഒന്ന് തിളച്ച് രണ്ടാം പാൽ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. അപ്പോഴേ കരളിനെ നല്ലവണ്ണം ഈ ഉപ്പും പുളിയും ഒക്കെ പിടിക്കുള്ളൂ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോക്കനട്ടിൻ്റെ വിനെഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു 100 ml തന്നെ എടുക്കണം. 100 ml ആണ് 2 കിലോയ്ക്ക് നമ്മൾ കണക്കാക്കി എടുത്തിരിക്കുന്നത്. ആ വിനെഗറിൽ ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം. പീസസിലൊക്കെ അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുറുകി വരണം. വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നമ്മൾ ഇങ്ങനെ കുറുകി വരുമ്പോൾ ഒരു 15 മിനിറ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറുകി വരാനായിട്ടൊരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായ ലിവർ മപ്പാസ് കറി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച കറി എന്ത് വേണമെങ്കിലും പറയാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി നമുക്ക് കാണാം.